ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആയാലോ? അതിനായി 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് മാറ്റി വെക്കണം. കോൺഫ്ലോർ എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മാറ്റി വെച്ച പാല് കുറേശ്ശെ ഒഴിച്ച് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. ഈ തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്കിത് ഈ മിക്സ് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഈ പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുറച്ച് പതപ്പിച്ചെടുക്കുക, ഫ്ലഫി ആക്കി എടുക്കുക. ഇനി നേരത്തെ നമ്മൾ പാല് തണുക്കാൻ വെച്ചത് അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വിപ്പിംഗ് ക്രീം എടുത്ത് കുറേശ്ശെയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ പാലിൻ്റെ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ മോന് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ ക്രഷ് ഇല്ലാതെയും നമുക്ക് ഇപ്പം ആ ഒരു പോർഷൻ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി ഉണ്ടാക്കുമ്പോൾ. വേറെ എന്തെങ്കിലും ഇപ്പം മാംഗോയുടെ ആണെങ്കിൽ മാംഗോയുടെ പൾപ്പ് കുറച്ച് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പ് വെച്ചതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എടുക്കുന്നതാണ്. നമ്മുടെ ഐസ്ക്രീം റെഡിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.